ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലാമോസ് വേൾ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ്. അപ്പം ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോകുന്ന വഴി തൊടുപുഴയിൽ നിന്ന് മുട്ടം ചെന്നിട്ട് കാഞ്ഞാറിൽ നിന്ന് റൈറ്റിലേക്ക് ഉള്ള വഴിയാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലാണ്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് വരുന്നത് വാഗമൺ സിറ്റിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ കയറി പോകണം. ആ വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ തങ്ങൾപ്പാറ, മുട്ടക്കുന്ന്, പൈൻ വാലി, ഇതൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറാം. പലതവണ വാഗമണ്ണിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഇടങ്ങേറ് പിടിച്ച സ്ഥലത്ത് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഇത് ആദ്യത്തെ തവണയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ നിന്നൊരു 300 മീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട്. പിന്നെ ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ടായിട്ട് പച്ചപ്പൊന്നും കാണാത്ത, അല്ലെങ്കിൽ നല്ല മുട്ടക്കുന്നുകൾ പോലെ പച്ചപ്പുള്ള നല്ല ഏരിയ ആണ്. കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് വാഗമൺ. അഡ്വഞ്ചർ പാർക്കിലെ ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറിൽ ചെറിയ തിരക്കുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നുള്ളൂ. കാരണം രാവിലെ തന്നെയാലോ. ഞങ്ങൾ ആദ്യം തന്നെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് വന്നത്. ഇതിന്റെ പേരാണ് 360 ഡിഗ്രി സൈക്കിള്. ഇതിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് ചോദിച്ചാൽ 300 രൂപയാണ്. പിന്നെ ഇതിൽ കയറുന്നതിന് കണ്ടീഷൻ ഉണ്ട്. 10 വയസ്സിന് മുകളിലുള്ളവർക്കും 90 കിലോ വെയിറ്റ് വരെയാണ് പാടുള്ളൂ. അതിന്റെ തൊട്ടടുത്തുള്ള വേറൊരു ഗെയിം ആട്ടോ ഇത്. ഇതിൽ 4 പേർക്ക് ഒരുമിച്ച് കയറാവുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ളവരെ കയറ്റുള്ളൂ. പിന്നെ വെയിറ്റ് ആണെങ്കിൽ 4 പേർക്കും കൂടി 400 കിലോ. അടുത്തൊരു ഗെയിമാണിത്, റോക്കറ്റ് ഇജക്ടർ. ഇപ്പൊ നമ്മൾ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു കേട്ടോ ഇത്. ഇതിലും 300 രൂപയാണ് ഇതിൽ കയറുന്നതിനുള്ള പാസ്. കുട്ടികൾക്ക് വേണ്ടി ഈ ഗെയിമിന്റെ ചെറുത് ഇതിന്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ. പിന്നെ ഈ കാണുന്ന ഈ വീഡിയോയുടെ നല്ല ക്ലിയർ ആയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ അടുത്തുള്ളത് സിപ്പ് ലൈൻ ആണ്. സിപ്പ് ലൈനിൽ കയറുന്നതിനുള്ള പാസ് 300 തന്നെയാണ്. പിന്നെ സിപ്പ് ലൈനിൽ കയറുമ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ അവരൊരു ക്യാമറ തന്നുവിടും. ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള ഗെയിംസും അതിന്റെ പിക്ചേഴ്സും ആട്ടോ. ഗെയിംസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗെയിംസിന്റെയും കണ്ടീഷൻ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയ ആണ്. ആ കാണുന്ന പോലത്തെ ടവർ 2 ഉണ്ട് ഇവിടെ, വ്യൂ പോയിന്റ് ആണ്. പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം കേട്ടോ. അതേ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഈ കാണുന്ന ടവറിലും ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒന്നും കയറുന്നില്ല, നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഹൈലൈറ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ആയതുകൊണ്ട് അവിടെയാണ് നല്ല തിരക്ക്. എല്ലാവരും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അറ്റ് എ ടൈം ഒരു സമയത്ത് 20 പേരെയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് റേറ്റ് 300 ആണ്. ആദ്യം 500 ആണ്, ഇപ്പൊ കുറച്ചതാണ്, 300 ആക്കിയതാണ്. പിന്നെ 5 മിനിറ്റ് ആണ് നിർത്തുള്ളൂ. അത് കുറച്ച് കത്തിയായിട്ട് തോന്നി. കയറിയപ്പോൾ ആദ്യം ടെൻഷനൊന്നും തോന്നിയില്ലെങ്കിലും കയറി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടൊക്കെ നീങ്ങി സെന്ററിൽ എത്താറായപ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷനൊക്കെ വന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും മുഖത്തും ചെറിയൊരു ടെൻഷന്റെ ഭാവങ്ങളൊക്കെ കണ്ടു. എല്ലാവരും സെന്ററിൽ ആ നടുക്കെത്തിയപ്പോൾ സെന്ററിലേക്കൊക്കെ പോരാൻ പലർക്കും പേടിയായിട്ട് സൈഡിൽ പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്.
ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള അടുത്തൊരു ഗെയിമാണ് ഈ ഊഞ്ഞാല. അതിൽ കയറുന്നതിനുള്ള പാസും 300 ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിനും കയറുന്നതിന് പാസ് 300. ഇതിൽ കയറണം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ നിലവിളി ശബ്ദം കേട്ടപ്പോൾ ആ പിള്ളേർക്ക് അതിൽ കയറണ്ടാന്നായി. നമ്മൾ ആ ടവറിന്റെ അടുത്തുനിന്നാട്ടോ ഇങ്ങോട്ട് വന്നത്, ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വന്നത്. നമ്മൾ ആദ്യം കണ്ടത് പാർക്കിങ്ങിന്റെ അടുത്തുള്ള ടവർ. ആ ടവറിൽ നിന്നാണ് സ്കൈ സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഇതേ ഒരു സൈക്ലിംഗ് വരുന്നുണ്ട്. ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് കിട്ടിയ നല്ലൊരു സൗഹൃദ ബന്ധങ്ങളിൽ ഒന്നാണ് ഇവരുടെ ഫാമിലി ആയിട്ട് കിട്ടിയ സൗഹൃദം. സ്കൈ സൈക്ലിങ്ങിനോട് സാദൃശ്യമുള്ള വേറൊരു സൈക്ലിംഗ് ആണ് ഈ വരുന്നത്. ഇതിന്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അടുത്ത ഒരു അഡ്വഞ്ചർ ഗെയിമാണ് ഈ കാണുന്നത്. നമ്മൾ കണ്ട ടവറിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടണം. സേഫ്റ്റി ഒക്കെ ആണെങ്കിലും നമ്മൾ അതിന്റെ അടുത്ത് പോയി ചാടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ വരും. അങ്ങനെ പേടി വന്നിട്ട് ഇതിനു മുമ്പ് 2 പേര് ചാടാണ്ട് തിരികെ പോയി. നമ്മൾ ഇത്ര നേരം കണ്ട അഡ്വഞ്ചർ ഗെയിമിന്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയാണ് ഈ പാരാഗ്ലൈഡിംഗ് ഉള്ളത്. പാരാഗ്ലൈഡിങ്ങിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ ഒരാൾക്ക് 4500 രൂപയാണ്. സമയം എന്ന് വെച്ചാൽ 15 മിനിറ്റ്. 99% സേഫ്റ്റി അവർ പറയുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ ചിന്തിക്കും കുട്ടികൾക്ക് വേണ്ടി ഒന്നുമില്ലെന്ന്. അപ്പൊ ഈ കാണുന്ന അഡ്വഞ്ചർ സോൺ അവർക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികൾക്കായിട്ട് കുറെ ആക്ടിവിറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് ഒരു ഓഫ് റോഡ് യാത്രയുണ്ട്. ATV റൈഡ് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് 750 രൂപയാണ് ചാർജ്.
പിന്നെ ഇവിടെ ഒരു ബർമ ബ്രിഡ്ജും കൂടി കാണാം. അഡ്വഞ്ചർ പാർക്കിൽ വന്നാൽ ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യം കൂടി ഉണ്ട്. പലതരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട്. കയാക്കിംഗ് ഉണ്ട്, കൊട്ടയുണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്. മാർച്ച് മാസത്തിൽ അഡ്വഞ്ചർ പാർക്കിലെ ഫ്ലവർ ഗാർഡന്റെ ഉദ്ഘാടനം കൂടി കഴിഞ്ഞിട്ടുണ്ട്. വന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സും വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട്. വൈകിട്ടാണ് ഓപ്പണിംഗ് ആവുക. വാഗമണ്ണിലെ കാഴ്ചകൾ തീർന്നിട്ടില്ല. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.